പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. നിങ്ങൾ ഗാനമേളയിലൊക്കെ പോയിട്ടുണ്ടാക്കുന്ന അതേ ഓളം ഉപ്പാക്ക് ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഇത്രയും ആൾക്കാരുടെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാരും പാടിപ്പിക്കുന്ന ഒരു പാട്ടാണ്. നാളെ നീലേശ്വരത്ത് പരിപാടിക്ക് ഇപ്പൊ ഉണ്ടെങ്കിൽ പരിപാടി മതി എന്നുള്ളത്. ഇത്രയും പിച്ചിലുള്ള പാട്ടുകള് ഫുള്ള് ഹൈ പിച്ച് മാത്രം. ശങ്കരാ ശരീര ഇവർക്കൊരു കോമ്പറ്റീഷൻ ആവണോ ഉപ്പാന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു രസികനാണ്. ഇവര് പ്രോഗ്രാം ഒക്കെ കാണുമ്പോ എന്താ തോന്നാറുള്ളത്? പാട്ട് മനക്കാളും നല്ല മോളാണ്. അങ്ങനെ അങ്ങനെ പറഞ്ഞ് മരുമോനെ സമ്മതിക്കണം. കാരണം വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിയണിയുന്നു. നന്ദഗോവിന്ദത്തിന്റെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഈ പാട്ട് ഭയങ്കരമായിട്ട് വൈറലായി. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ പാടിയിട്ട് ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. കുറച്ചുകൂടി വൈറലായിരുന്നു. കുറച്ചുകൂടി ഇമോഷണലി എനിക്ക് തോന്നുന്നു ഒരു റൊമാൻസ് ഒക്കെ വർക്ക് ആവാറുണ്ട്. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ഞാൻ നിങ്ങളുടെ പാട്ടുകൾ ശ്രദ്ധിക്കുന്നത് ആദ്യം പള്ളിക്കെട്ട് എന്നുള്ള പാട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അല്ലെ എനിക്ക് തോന്നുന്നു ഉപ്പുപ്പയാണ്. ഞാൻ ചേട്ടനെ ആദ്യം വിളിക്കുമ്പോ ഞാൻ ചോദിക്കുന്നത് ഉപ്പുപ്പ ഇരിക്കുമോ ഇന്റർവ്യൂല് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സൗണ്ട് മാറ്റുന്നത് കേൾക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. ഉപ്പുപ്പാനെ ഒന്ന് വിളിക്കാൻ പറ്റും ആ പാട്ട് കേൾക്കാൻ. ഉപ്പുപ്പാന്റെ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവരെല്ലാരും കാണുന്നത്. ഉപ്പുപ്പ പാടിയ പള്ളിക്കെട്ട് എന്നുള്ള പാട്ട് കേൾക്കുമ്പോഴാ. അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ നിഷാദേട്ടനോട് പറഞ്ഞിരുന്നു ഉപ്പുപ്പ വേണം ഇന്റർവ്യൂവിന്, ആ പാട്ട് എന്തായാലും കേട്ടേ പറ്റത്തുള്ളൂ. അപ്പൊ ആ പാട്ടൊന്ന് പാടിത്തരും ആദ്യം. അതിനു മുമ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാട്ട് പാടാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഫാമിലി ആയിട്ട് ഇങ്ങനെ പാടല്. അപ്പൊ ഉപ്പ ഇടക്കിടക്ക് ഇങ്ങനെ പറയില്ല എനിക്കൊരു പാട്ട് പാടണം എന്നൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് വന്നിങ്ങനെ അവിടെ ഇടക്കുന്നത് പറയലുണ്ട്. അപ്പൊ ആ ഒരു ദിവസം നമുക്ക് പാടാന്നാണ്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോഴാണ് നമുക്കൊരു കറക്റ്റ് നമ്മള് വല്യപ്പയും മക്കളും എന്നുള്ള ഒരു ക്യാപ്ഷൻ നമുക്കൊരു പാടിയാലോ. അപ്പൊ കറക്റ്റ് ആള് നന്നായിട്ട് പാടുന്നതാണ്. പള്ളിക്കെട്ട് മാസ്റ്റർ പീസ് എല്ലാരും പാടിപ്പിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് എത്ര 7 മില്യൺ 8 മില്യൺ ആൾക്കാർ മുമ്പ് ഒരു സ്റ്റേജിൽ പാടിയത് കണ്ടിട്ട് അത്യാവശ്യം ഇതായിരുന്നു. പിന്നീട് ഞാൻ ഈ പാട്ട് കൊണ്ട് അങ്ങനെ പാടിപ്പിച്ചു. ഇരുമുടി താങ്കി ഒരു മനതാകി ഗുരുവിനവേ ഒന്തോ ഇരുളിനെ തീർക്കും യമനയും വെല്ലും തിരുവടിയെ കാണവന്തോ പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തെ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തെ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം. പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂര ദീപം സ്വാമിക്ക് അയ്യപ്പന്മാർകളും കൂടിക്കൊണ്ട് അയ്യനിലാടി ചേർന്നിടുവാൻ ശബരിമലയ്ക്ക് ചേർന്നിടുവാൻ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. കാർത്തിക മാതം മാലയണിந்து നേற்றியாகமே விரகமிருந்து பார்த்த சாரதி மைதுரை உன்னை பார்க்க வேண்டியே தவமிருந்து இருமொழி எடுத்து எரிமேலி வந்த ஒரு மனதாகி பேட்டை துள்ளி அருமனம்பனம் வாபர தொழுது ஐயனை அருமலை ஏறிடுவான். സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ഗംഗയിൽ നദി പോൽ പുണ്യ നദിയം പമ്പയിൽ നീരാടി ശങ്കരൻ മകനെ കൂമ്പിടുവാൻ സങ്കടമണ്ട് ഏറിടുവാൻ.
ദേവിമലയേറ്റും ശിവപാദനമേറ്റിടുവാൻ കാലമെല്ലാം നമുക്ക് അറുതാമനായിരിക്കാം. ദേഹബലന്താൻ ദേഹബലന്താൻ ദേഹബലന്താനിന്താലവർത്തും അർഹത്തെ കണ്ടിടുവാൻ പാദബലന്താനിന്താലവർത്തും പാദത്തെ കാട്ടിടുവാൻ നല്ല പാതയെ കാട്ടിടുവാൻ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ഭയങ്കര രസമുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാ നിങ്ങൾ ഗാനമേളയിലൊക്കെ പോയിട്ടുണ്ടാക്കുന്ന അതേ ഓളം ഉപ്പാക്ക് ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഇത്രയും ആൾക്കാരുടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതായത് സാധാ പിച്ചിന്ന് ഒരു കട്ടം മുകളിലാണ് പാടുന്നത്. ഈ പാട്ട് ഒന്നാമത്തെ നല്ല പിച്ചാണ്, സ്കെയില് കുറച്ച് കൂടുതലാണ്, അതിനും ഒറ്റ സ്കെയില് കൂടുതലാണ് ഇപ്പൊ പാടിയത്. ഒരുപാട് സന്തോഷം അത് എളുപ്പമല്ല അങ്ങനെ പാടാൻ. നാളെ നീലേശ്വരത്ത് പരിപാടിക്ക് സ്പെഷ്യലായിട്ട് ഈ പാട്ടിന് വേണ്ടി വേണം നിർബന്ധം. ഉപ്പുണ്ടെങ്കിൽ പരിപാടി മതി അങ്ങനെ ഒക്കെ ആയി. ഒരു 4 വരി വേറെ പാട്ട് പാടാം. ഓ പാടാല്ലേ? പിന്നെന്താ ഇൻട്രസ്റ്റ് ആയിട്ടാ. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി കാലമാകാശ ഗോപുര നിഴലിൽ കൽപ്പനതൻ കളകാഞ്ചികൾ ചിന്തി കൽപ്പനതൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി. അടിപൊളിയായിട്ടുണ്ട്. എന്നുവെച്ചാ ഇവരെയൊക്കെ ഡബിൾ സ്ട്രോങ് ആയിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് പാടുന്നത്. ഭഗവാൻ ഈ ഗാനമേളക്കൊക്കെ ഉള്ളിൽ പോയിരുന്ന ആളാണ്. പിന്നെ നാടകം കാര്യങ്ങളൊക്കെ ഇപ്പൊ നാടകം സ്വന്തമായിട്ട് നാടകം ഇപ്പൊ ഈ 23-ാം തീയതി ഞാൻ സംവിധാനം ചെയ്ത നാടകം ആണോ? ഹൃദയം സാക്ഷി. ഇവിടെ ശ്രീനാരായണ ഹാളില് നാട്ടിക. പിന്നാലെ മറ്റേ അവാർഡൊക്കെ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. കോമഡി കണ്ണൂര് മട്ടന്നൂർ വിജയ കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിൽ ഏറ്റവും നല്ല കോമഡിക്കുള്ള അവാർഡ്. അപ്പൊ ഒരു രസികനാണ്. കോമഡി ആർട്ടിസ്റ്റാണ്. ആദ്യമായിട്ട് ഈ പാട്ട് ഏത് വേദിയിലാ പാടുന്നത്? പള്ളിക്കെട്ട് ആദ്യം പാടുന്നത് ഇടവ ബഷീർ. ഇടവ ബഷീർക്ക് ഇവിടെ ഭാവന ഓഡിറ്റോറിയത്തിൽ, വലപ്പാട് ഭാവന ഓഡിറ്റോറിയത്തിൽ കോൺഗ്രസിന്റെ മഹിളാ അസോസിയേഷത്തിന് അനൗൺസ്മെന്റ് ഞാനായിരുന്നു. അപ്പൊ അന്ന് അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ് നീ ഒരു പാട്ട് പാടണം. അപ്പൊ ഞാൻ പറഞ്ഞു ആ പാട്ട് പാടണം, അത് പാടാം, നീ ഏതാ പാടണം എന്ന് ചോദിച്ചു. ഞാൻ മുമ്പ് ഓ ദുനിയാക്കരക്ക് സുനതരത്ത് പുലയന്മാരല്ല, നീ പാടി എന്നാ എഴുത്. അപ്പൊ ഞാൻ എഴുതി ഇങ്ങനെ കൊടുത്തു. അപ്പൊ ബഷീർക്ക് അവിടെ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ബഷീർക്ക് പറഞ്ഞു അടുത്ത പാടിക്കോട്ടെ. അങ്ങനെയാണ് ആദ്യമായിട്ട് അവിടെ ഭഗവാൻ പാടുന്നത്. പിന്നെ പള്ളിക്കെട്ട് പാടുന്നത് ശരിക്കും പറഞ്ഞാല് ഞാൻ ഫസ്റ്റിൽ തന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഗാനമേളയ്ക്ക് ഞാൻ ഏറ്റെടുത്ത ഗാനമേള, അതിൽ ഓർക്കസ്ട്ര ഒക്കെ വെച്ചിട്ട് ഇവിടെ നമ്മളെ മുറ്റിച്ചൂര് ഒരു വീട്ടിൽ അന്ന് എനിക്ക് നാടകമുണ്ട് മലപ്പുറത്ത്. അന്ന് രാത്രി അവിടെ നാടകത്തിന് പോകണം, ഇവിടെ റിസപ്ഷന് അവിടെ പള്ളിക്കെട്ട് പാടി. അവിടെ നിന്നാണ് ആദ്യം തുടക്കം. അത് കേൾക്കുമ്പോ ആളുകളൊക്കെ എന്തൊക്കെയാ പറയാറുള്ളത് ഉപ്പാനോട് വന്നിട്ട്? അന്ന് ഒരു തമിഴ് ഒരു സ്ത്രീ എന്നോട് പറയുന്നുണ്ടായിരുന്നു, അടിപൊളിയുണ്ട്, പക്ഷെ ചില വാക്കുകൾ പ്രശ്നമുണ്ട്. തമിഴല്ലേ? ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേറെ പാട്ടുണ്ട് ശങ്കരാഭരണം, പഠിച്ചു കഴിഞ്ഞു. അടുത്ത സ്റ്റേജിൽ ഞാൻ പഠിച്ചു. അതിനു മുൻപേ ജനന്തിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും പാടാവോ ശങ്കരാഭരണത്തിന്റെ? പാടാം. ശങ്കര നാദശരീര പര വേദവിഹാര
ജീവേശ്വര ശങ്കരാ നാദശരീര പര വേദവിഹാര ജീവേശ്വര ശങ്കരാ ഗാനമു നീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമനീ മൗനവിലക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി പ്രാണമു നീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമനീ മൗനവിലക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി. അടിപൊളിയായിട്ടുണ്ട്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാനേ ചിന്മയില് തൃശ്ശൂർ ചിന്മയില് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ചിന്മയി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂര് ഒരു ഭാഗവതരുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അപ്പുറത്ത്. അതിന്റെ മുകളിൽ ഞാൻ ഒരു 4 മാസം സംഗീതം പഠിക്കുന്നു. 4 മാസം 4 മാസം അതാണ് പഠിച്ചത്. അതെന്നെ പഠിത്തം. പിന്നെ നാടകത്തിലൊക്കെ പാടാൻ ഇങ്ങനെ പോവാറ്. ഈ ഇത്രയും പിച്ചിലുള്ള പാട്ടുകള് അതഷ്ടം. അതൊരു ചലഞ്ചായി ഏറ്റെടുത്ത് പഠിക്കുകയാണോ? അതങ്ങനെ എന്താണോ അറിയില്ല. അല്ല നെഗറ്റീവ് ബി നെഗറ്റീവാണ് ഗ്രൂപ്പേ. ഞാനും റയറാണ്. അല്ല പോസിറ്റീവാ. റയർ സ്പീഷീസ് ആണ്. അപ്പൊ എന്താ വെച്ചാല് അന്ന് ഡോക്ടർ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നത്. 6 മാസം കഴിഞ്ഞപ്പോ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അപ്പൊ ഡോക്ടറോട് ഞാൻ കഴിഞ്ഞ ചെക്കപ്പിന് ചോദിച്ചത് പാടാൻ പറ്റുമോ? പാടാ ഷെറഫേ, എന്താണ് പാടാൻ? അത് പഠിക്കോ? അവിടെ നിന്ന് പിടിച്ചാൽ ഇങ്ങനെ പാടും. ഇവർക്കൊരു കോമ്പറ്റീഷൻ ആവണോ ഉപ്പാന്നാണ് എനിക്ക് പറയാനുള്ളത്. കോമ്പറ്റീഷൻ പിള്ളേരല്ല അവര് പാടത്തെ അല്ലേ? എങ്ങനെയുണ്ട് ഇവര് പ്രോഗ്രാം ഒക്കെ കാണുമ്പോ എന്താ തോന്നാറുള്ളത്? ഞാൻ ഇവരെ കുറിച്ച് എന്ത് അഭിപ്രായം പറയാം? എന്നാലും പാട്ടൊക്കെ എങ്ങനെയുണ്ട്? പാട്ട് വളരെ വളരെ സൂപ്പറാണ്. ഇന്നെന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അതെ മരുമോനെ സമ്മതിക്കണം. കാരണം വെച്ചാലേ യേശുദാസിന്റെ ഒരു നല്ല ബേസാണ് ആള്. നല്ല ബേസ് അല്ല ഇന്ന് പറഞ്ഞതാണ്. പിന്നെ മക്കള് മോളെ ഉമ്മാനേക്കാളും നല്ല മോളാണ്. അങ്ങനെ അങ്ങനെ പറഞ്ഞു അല്ല എല്ലാരും നല്ലതെന്ന് പറഞ്ഞു. അല്ല പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും നന്നാവട്ടെ. ഞാനിപ്പോ ഈ എന്റെ മകളെ രണ്ടാമത്തെ മകളുണ്ട്. ഈ രണ്ടാമത്തെ മകളെ ആദ്യം എടമുട്ടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അപ്പൊ അവിടെ ഭയങ്കര കാലമേളൊക്കെ പല തെക്കുന്നൊക്കെയാണ് വരിക. വലിയ വലിയ ട്രൂപ്പുകാര്. അപ്പൊ ഓരോ ശാഖയ്ക്കും ഗാനമേള അല്ലേ. അപ്പൊ ഇവിടേക്ക് പാടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം, കമ്മിറ്റിക്കാരൊക്കെ നമ്മളെ ഫ്രണ്ടുകളാണ്, നീ ഒരു പാട്ട് പഠിക്കും. ഏത് പാട്ട്? ആഴക്കടലിന്റെ അങ്ങേക്കരയിലെ നേരം വെളുക്കുന്ന മേറ്റിൽ അമ്പിളി മാമനെ പോലെന്റെ മാറില ഒട്ടി കിടക്കുന്ന മുത്തേ. അത് ആ ഗാനമേള ട്രൂപ്പിന്റെ പെണ്ണൊരും പാടി. ഇവള് പാടുന്നതിന് മുമ്പ്. പക്ഷെ ഇവൾക്കാണ് പ്രൈസ് കിട്ടിയത്. 100 നോട്ട് ഇട്ട് ആ കമ്മിറ്റിക്കാര് അപ്പൊ തന്നെ ഇവിടെ. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നിട്ടാ ആഗ്രഹിച്ചിട്ട് പാടാനേ. പക്ഷെ ആ അമ്പലത്തിൽ ഞങ്ങൾ ടീമായിട്ട് പോയി പാടി. ഞങ്ങൾ അടുപ്പിച്ച് 5 കൊല്ലം ഞങ്ങളുടെ പരിപാടി. ഇക്കൊല്ലോ ഇന്നലെ കമ്മിറ്റിക്കാരെ കണ്ടിരുന്നു. ഇവരെങ്ങനെ ഷെറഫ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്നോട് പറയണ്ട, ഒക്കെ നേരിട്ട് കൊടുക്കണം പറഞ്ഞു. കാരണം അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ ഇല്ല. 2 ജാഗക്കാര് പറഞ്ഞിട്ടുണ്ട്.
ശ്രീമുരുകൻ ശാരക ഇപ്രാവശ്യം നാടകമാണ്. ഓ. ചിലപ്പോ എന്റെ നാടകമായിരിക്കാം എന്ന് ഒരു ആഹാ. പ്രതീക്ഷകളുണ്ട്. ഒരു ഞെട്ടല്. കിഴക്കേ ശാഖ എന്ന് പറഞ്ഞാല് എന്നിട്ട് ഗാനമേള അതിനുപരി ഇപ്പൊ ഡിസംബറില് മറ്റേ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ അതിനിപ്പോ ഒരു അവിടെ കമ്മിറ്റി ഇങ്ങനെ ചർച്ചയിലുണ്ട്. ഉപ്പ വഴി കുറച്ച് പ്രോഗ്രാം കിട്ടുന്നുണ്ട് എന്നുള്ളതാ. അപ്പൊ ആദ്യം ഏജന്റും പരിപാടി എല്ലാം കൂടെ എല്ലാം ഉണ്ട്. ഇപ്പൊ 5 കൊല്ലം ഇടപെടത്ത് ഇപ്പോഴാണ് പരിപാടി. അവിടെ മാത്രമല്ല ഇങ്ങാലക്കൂട അതുപോലെ തന്നെ കുറെ സ്ഥലങ്ങളിൽ പരിപാടികൾ. അപ്പൊ എന്തായാലും നാളെ നീലേശ്വരത്ത് പോയി തകർക്കുക എന്നുള്ളതാണ്. അതെ. എനിക്ക് ഈ കാര്യമൊക്കെ പാടാൻ കാര്യം വെച്ചാല് നാളെ എന്റെ ഓർക്കസ്ട്ര അല്ലേ ഇല്ലല്ലോ. അല്ലത് എനിക്ക് ഒരു സുഖം കിട്ടുള്ളൂ. ദിൽറുബയുടെ പാട്ടൊക്കെ എങ്ങനെയുണ്ട്? ദിൽറുബ അടിപൊളിയുണ്ട്. അടിപൊളിയാണ്. പിന്നെ പക്ഷെ ഭയങ്കര കുറുമ്പാണ്. ഉൾക്കോ ഞാൻ വിചാരിച്ചു ഭയങ്കര പാവാന്ന്. ഇതുവരെ ഒരു അക്ഷരം പിന്നിട്ടില്ല. അതെ ഞാൻ ചോദിക്കണതിന് പോലും മറുപടി കുറുമ്പില്ല. ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതില്. എനിക്ക് ആ ആഴക്കടലിന്റെ പാട്ടൊന്ന് പാടിത്തരാവോ? ആഴക്കടൽ കൊറേ ഇത് എത്ര വർഷമായിട്ട് ഒരു പ്രായത്തിലല്ലേ പാടിയതാണ്. ഓക്കെ, ഇന്ന് നമുക്ക് രാധത്തൻ പ്രേം. ഞാൻ വിചാരിച്ചു നന്ദഗോവിന്ദത്തിന്റെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഈ പാട്ട് ഭയങ്കരമായിട്ട് വൈറലായി. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ പാടിയിട്ട് ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. കുറച്ചുകൂടി വൈറലായിരുന്നു. അപ്പൊ ആ പാട്ടൊന്ന് പാടിയാലോ? വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു, നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. ഓക്കെ, അടിപൊളി. ഈ കണ്ണന്റെ പാട്ടുകൾ കുറച്ചുകൂടി റൊമാൻറ്റിക് ആണ് അല്ലെ? ആ ഒരു ഫീല് എങ്ങനെയാണ്? എന്താ പറയാ ഒരു അല്ലേ നമ്മുടെ ദാസേട്ടന്റെ മയിൽപ്പീലി അത് ഫുള്ള് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര മൊത്തം പാട്ട് കൃഷ്ണന്റെ പാട്ട് വേറെ വൈബാണ്. അതെ, കുറച്ചുകൂടി ഇമോഷണലി എനിക്ക് തോന്നുന്നു ഒരു റൊമാൻസ് ഒക്കെ വർക്ക് ആവാറുണ്ട്. ആ ഉണ്ട്. അല്ല ചില വരികള് കേൾക്കുമ്പോ ഒരു ഇങ്ങനെ രോമാഞ്ചം അല്ലേ? പാട്ടിന്റെ അതങ്ങനെ പാട്ടിന് അങ്ങനെ ഒരു കഴിവുണ്ട് നമ്മളെ ചിലപ്പോ സങ്കടം മാറാന് അല്ലേ? ഞാന് രാവിലെ എണീക്കുമ്പോ തന്നെ വെക്കണത് എല്ലാ രീതിയിലും. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പള്ളിയിലെ ഒരു അച്ഛൻ, കുന്നംകുളത്തുള്ള പള്ളിയിലെ ഒരു അച്ഛൻ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമ്മുടെ പാട്ടുകൊണ്ട് ആൾക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു, പറയണില്ല. നമ്മള് അത് ഞങ്ങളുടെ പാട്ടൊക്കെ കേട്ടിട്ട് കുറെ റിക്കവർ ആയിട്ടുണ്ട് എന്നൊക്കെ. അതെ അതെ, അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ ആളുടെ അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ട് ഒരു വേദിയിൽ ഇത് പറയണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഭയങ്കര ഭാഗ്യം. നമുക്ക് അതൊക്കെയാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ലൈഫില്. ഓക്കെ, അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം. ഇത്രയും പാട്ടുകൾ പാടി തന്നതിന് ഒരുപാട്. നമുക്കറിയാം ഭയങ്കര ലേറ്റ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്നാലും ഒട്ടും എനർജിക്ക് കുറവില്ലാണ്ട് എപ്പോഴാണെങ്കിലും എല്ലാവരും ആണെങ്കിൽ അടിപൊളിയാക്കി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതില്, സംസാരിച്ചതില്. ഇനി ഒരുപാട് വേദികളിലൊക്കെ എത്തട്ടെ. ഓക്കെ, താങ്ക് യു. ഇനിയും കാണാം. താങ്ക് യു.